രൂപതകളിലൂടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സീറോ മലങ്കര കത്തോലിക്ക സഭയിലെ സുൽത്താൻ ബത്തേരി രൂപതയുടെ ചരിത്ര വഴികളാണ്. 1978 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം സ്ഥാപിതമായതും 1979 ഔപചാരികമായി നിലവിൽ വന്നതുമായ സുൽത്താൻ ബത്തേരി രൂപതയുടെ സംഭവബഹുലമായ ചരിത്ര പശ്ചാത്തലം വിവിധ വൈദികരുടെ വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാം. ആയിരത്തി 1930 പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അന്ന് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും ആയിരുന്നു. തിരുവല്ല രൂപതയിൽ നിന്നും അതിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ 1958 വരെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലേക്ക് മിഷണറിമാരെ അയച്ച് സുവിശേഷ വേലയും പുനരയിക്ക ശ്രമങ്ങളും നടത്തി. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തിരുവല്ല രൂപതയിൽ നിന്നുള്ള മിഷണറിമാരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി അനേകം ദേവാലയങ്ങളും മിഷൻ കേന്ദ്രങ്ങളും സ്ഥാപിതമാകുവാനായി ഇടയായി. രൂപതയെ ഭരിച്ചുകൊണ്ടിരുന്ന അഭിമന്യനായ സക്കറിയാസ് മാർ അത്തനാസ്യോസ് മെത്രാപ്പോലീത്ത വയനാടൻ ഭാഗങ്ങളിലും മലബാറിൻ്റെ ഇതര മേഖലകളിലും സഭയുടെ വളർച്ചയെ കണ്ട് മനസ്സിലാക്കി ഒരു പുതിയ രൂപതയ്ക്കുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും ആരായുകയും ചെയ്തു. ആ പഠനത്തിൻ്റെ ഫലമായി മലങ്കര കത്തോലിക്ക സഭയുടെ അന്നത്തെ തലവനായിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായെ പ്രസ്തുത വിഷയം അവതരിപ്പിക്കുകയും അഭിമന്യരായ പിതാക്കന്മാരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി റോമാ സിംഹാസനത്തിൽ നിന്നും ഒരു പുതിയ രൂപത തുടങ്ങുവാൻ തിരുവല്ല രൂപത വിഭജിച്ച് ബത്തേരി ആസ്ഥാനമാക്കി ഒരു പുതിയ രൂപത തുടങ്ങുവാനുള്ള അനുമതി ലഭ്യമായി. ബത്തേരി രൂപതയുടെ കോർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബത്തേരി രൂപത ഈ പ്രദേശത്തെ എല്ലാവരെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രൂപതയാണ് എന്നുള്ളതാണ്. ഒരു ഓൾ ഇൻക്ലൂസീവ് നേച്ചറിലാണ് ബത്തേരി രൂപതയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലികളും. സമൂഹത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും രൂപത ഇടപെടുകയും രൂപത അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാതൃക കത്തോലിക്ക സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് ബത്തേരി രൂപത നൽകുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും അവരെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു സംരംഭം ശ്രേയസിൻ്റെ നേതൃത്വത്തിലും രൂപതയുടെ നേതൃത്വത്തിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് രൂപതയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന സിറിൽ മാർ ബസീലിയസ് പിതാവ് നൽകിയ ഒരു ചൈതന്യമാണ്, പ്രവർത്തന ശൈലിയാണ്. അന്നു മുതൽ ഇന്ന് വരെയും ഇവിടുത്തെ നാനാ ജാതി മതസ്ഥരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് വയനാടിൻ്റെ, മലബാറിൻ്റെ വികസനത്തിന് വേണ്ടി, സാമൂഹിക വിഷയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ എപ്പോഴും സമൂഹത്തെ സജ്ജമാക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കോർ ഐഡൻറ്റിറ്റി ബത്തേരി രൂപത കാത്തുസൂക്ഷിച്ചു വരുന്നു. രൂപതയ്ക്ക് ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖല ഉള്ളവരുമായും അത് വ്യത്യാസമില്ലാതെ തന്നെ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യത്യാസമില്ലാതെ തന്നെ അവരോട് ഇടപഴകുവാനും അവരുമായി സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കാനും സാധിക്കുന്നു. ഇപ്പോൾ ബത്തേരി രൂപത ഈ സമൂഹത്തിൽ ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ, സാമൂഹിക കൂട്ടായ്മയുടെയൊക്കെ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ ഒന്നിച്ചു കൊണ്ടുവരുവാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒരേ രീതിയിൽ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു പരിശ്രമം ബത്തേരി രൂപതയുടെ ഭാഗത്ത് നിന്ന് ഏറ്റെടുക്കുന്നുണ്ട്. അത് ബത്തേരി രൂപയുടെ ഒരു വലിയ വാല്യൂ ആയിട്ട്, മൂല്യമായിട്ട് പ്രത്യേകമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു.
1978 ഒക്ടോബർ മാസം 28 തീയതി ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബത്തേരി രൂപതയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും 1979 ഫെബ്രുവരി മാസം 2 തീയതി നിലവിൽ വന്ന രൂപതയുടെ പ്രഥമ ഇടയനായി തെരഞ്ഞെടുത്തത് ബഥനി ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ജനറലായിരുന്ന സിറിൽ അച്ഛനെ പരിശുദ്ധ സിംഹാസനം തെരഞ്ഞെടുത്തു. സിറിൽ അച്ഛൻ സിറിൽ മാർ ബസേലിയോസ് എന്ന നാമത്തിൽ മെത്രാഭിഷേകം സ്വീകരിക്കുകയും ബത്തേരി രൂപതയുടെ പ്രഥമ ഇടയനായിട്ട് ഉത്തരവാദിത്വം ഏൽക്കുകയും ചെയ്തു. ബത്തേരി ഭദ്രാസനം നിലവിൽ വരുമ്പോൾ 18 വൈദികരും 42 ഇടവകളുമായിട്ടാണ് ശുശ്രൂഷ ആരംഭിച്ചത്. ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, നീലഗിരി ജില്ല, കർണാടകയുടെ ഏതാനും ജില്ലകൾ ഉൾപ്പെട്ട ഭൂപ്രദേശമായിരുന്നു പ്രവർത്തന മേഖലയായിട്ട് ലഭ്യമായിരുന്നത്. 18 വൈദികരും സന്യസ്ത വൈദികരും ഒരുമിച്ച് ചേർന്നുള്ള സുവിശേഷ വേലയുടെ പരിണിത ഫലമായി അഭിമന്യനായ സിറിൽ മാർ ബസേലിയോസ് തിരുമേനിയുടെ 17 വർഷക്കാലത്തെ പ്രേക്ഷിത ശുശ്രൂഷയിൽ 120ഓളം ദേവാലയങ്ങളും അതോടനുബന്ധിച്ചുള്ള മറ്റ് ഭൗതിക കാര്യങ്ങളും ഈ രൂപതയ്ക്ക് നേടിയെടുക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. 17 വർഷക്കാലം അഭിമന്യ പിതാവ് ഇവിടെ ശുശ്രൂഷ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ 120ഓളം ദേവാലയങ്ങളും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുരംഗ പ്രവർത്തന മേഖലകളും ഈ രൂപതയ്ക്ക് നേടിയെടുക്കുവാൻ ദൈവം ഇടയാക്കി. അഭിമന്യ പിതാവിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ദ്വിതീയ മെത്രാപ്പോലിത്തയായി കടന്നു വന്നത് ഗീവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപ്പോലിത്തയാണ്. 1997 ഫെബ്രുവരി മാസം 5 തീയതി അഭിമന്യ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപ്പോലിത്ത രൂപതയുടെ മെത്രാനായിട്ട് ഔദ്യോഗിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 13 വർഷക്കാലം അഭിമന്യ പിതാവ് ഇവിടെ ശുശ്രൂഷ നിർവഹിച്ചു. തൃതീയ മെത്രാപ്പോലിത്തയായി ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത രൂപതയുടെ ഔദ്യോഗിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് 2010 ഏപ്രിൽ മാസം 13 തീയതിയാണ്. അന്നു മുതൽ ഇന്നുവരെയുള്ള രൂപതയുടെ ചരിത്രം നോക്കുമ്പോൾ പിന്നീടുള്ള ഇന്നലകളെക്കാളും ഉപരിയായിട്ട് വലിയ കുതിപ്പ് രൂപതയ്ക്ക് എല്ലാ രംഗങ്ങളിലും നേടിയെടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് സാമൂഹികമായും സാമ്പത്തികമായും എല്ലാ തലങ്ങളിലും രൂപതയെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നയിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവാണ് അഭിമന്യനായ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്തായിൽ നിന്ന് ബത്തേരി ഭദ്രാസനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രൂപതയിൽ 110 പള്ളികളും 102 വൈദികരും ഈ രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഥനി സന്യാസ സമൂഹത്തിൽ നിന്ന് നിലമ്പൂർ, മീനങ്ങാടി, ബത്തേരി ആശ്രമങ്ങളിലെ വൈദികരും രൂപതാ വൈദികരോട് ചേർന്ന് രൂപതയുടെ കെട്ടുപണിയിൽ വ്യാപൃതരാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു, 8ഓളം സന്യാസിനി സമൂഹങ്ങൾ ഈ രൂപതയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ പങ്കാളികളായി തീരുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മാലയിൽ കോർത്തിട്ട മുത്തുപോലെ വൈദികരും സന്യസ്തരും അഭിമന്യ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് രൂപതയുടെ കെട്ടുപണിയിൽ സദാസമയം വ്യാപൃതരാകുന്നത് സന്തോഷത്തോടു കൂടെയാണ് ഓർക്കുന്നത്. ഇന്ന് രൂപത തിരിഞ്ഞ് നോക്കുമ്പോൾ രൂപതയ്ക്ക് നഴ്സറി മുതൽ +2 വരെ 77 സ്ഥാപനങ്ങളാണ് നമ്മൾക്ക് ഉള്ളത്. അതുകൂടാതെ 7ഓളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 ടെക്നിക്കൽ സ്കൂളുകളും ബത്തേരി ഭദ്രാസനത്തിന് സ്വന്തമായിട്ടുണ്ട്. വിദ്യാഭ്യാസ തലങ്ങളിൽ മറ്റുള്ള ഏത് സമൂഹത്തെക്കാളും ഉപരിയായിട്ട് വയനാടിൻ്റെ ചരിത്രം കുറിക്കുന്നതിൽ ബത്തേരി ഭദ്രാസനം മുന്നിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ സഭയെ ഭാഗ്യമോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ലീമീസ് കാതോലിക്ക ബാവ ബത്തേരി രൂപതയിലെ സെമിനാരിയിൽ വൈദിക പഠനം നടത്തുകയും ഇവിടെ നിന്ന് രൂപീകരണം സ്വീകരിക്കുകയും മെത്രാനായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ന് മലങ്കര കത്തോലിക്ക സഭയിലെ 2ാമത്തെ കാതോലിക്ക ബാവയായി അഭിമന്യനായ
ക്ലീമീസ് പിതാവ് ഉയർത്തപ്പെട്ടപ്പോൾ ബത്തേരി ഭദ്രാസനത്തിൽ അതിൽ കൂടുതലായിട്ടുള്ള സന്തോഷവും അഭിമാനവുമുണ്ട്. ഒപ്പം മലങ്കര കത്തോലിക്കാ സഭയുടെ ആദ്യത്തെ കർദിനാളും ഞങ്ങൾക്കുള്ള അഭിമാനം ബത്തേരിയിൽ നിന്ന് രൂപീകരണം സ്വീകരിച്ചു പോയ കാതോലിക്ക ബാവയാണ് എന്നുള്ളതിലാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച ഒരു ഭദ്രാസനമാണ് ബത്തേരി ഭദ്രാസനം എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. ബത്തേരി രൂപതയുടെ കരുണയുടെ മുഖമാണ്, സാമൂഹിക ക്ഷേമ വിഭാഗമാണ് ശ്രേയസ്. 1979 ഈ പ്രസ്ഥാനം വയനാടിൻ്റെ മണ്ണിൽ രൂപം കൊള്ളുക. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 6 ജില്ലകളിലൂടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3308 SHGകൾ, അയൽക്കൂട്ട സംവിധാനങ്ങൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 9 റീജിയനുകളിലായി 5 സബ് സെൻറ്റേഴ്സുകളിലൂടെ 2 ലക്ഷം അംഗങ്ങളും 60,000 കുടുംബങ്ങളും 78 യൂണിറ്റ് സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനുള്ളത്. ഇപ്പോൾ ഇത് നാഷണൽ NGO ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ശ്രേയസിലൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. 1979 ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് 12 തിമാറ്റിക് ഏരിയാസ് ബേസ് ചെയ്തിട്ടാണ് 45 വർഷമാകുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടു പോവുക. ഇപ്പോൾ 23 പ്രൊജക്റ്റുകളാണ് നമ്മുടെ ഈ ശ്രേയസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ കൈകാര്യം ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകളുണ്ട്, മറ്റ് സംഘടനകളുടെ, അതോടൊപ്പം തന്നെ മറ്റ് ബാങ്കുകളുടെ സഹായത്തോടു കൂടി, നബാർഡിൻ്റെ സഹായത്തോടു കൂടി ചെറുതും വലുതുമായ ഒത്തിരി പ്രൊജക്റ്റുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ പുതുതായി ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് അസീം പ്രേംജി ഫൗണ്ടേഷൻ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുതിയൊരു പ്രൊജക്റ്റ്. വയനാട്ടിലുള്ള 400 കുട്ടികളെ നമ്മൾ എടുത്ത് അവർക്ക് ട്രെയിനിങ്ങും ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നബാർഡിൻ്റെ വിവിധ തരത്തിലുള്ള പ്രൊജക്റ്റുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാവൽ പ്ലസ് പോലുള്ള മറ്റ് പ്രൊജക്റ്റുകളും ശ്രേയസിലൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊരു NGO ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഗവൺമെൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അതോടൊപ്പം തന്നെ ട്രൈബൽസ്, യൂത്ത്, വുമൺ, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ശ്രേയസ് പ്രവർത്തിക്കുക. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പ്രളയത്തിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തുമൊക്കെ ശ്രേയസിലൂടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രേയസ് മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത് മാത്രം 23 കോടി രൂപയാണ് ഈ കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സ്ഥലങ്ങളിലൂടെ ശ്രേയസ് കൊടുത്തിട്ടുള്ളത്. ബിരിയാണി ചലഞ്ചിലൂടെ, കേക്ക് ചലഞ്ചിലൂടെ കിട്ടുന്ന തുകയെല്ലാം ഇതൊക്കെ ശ്രേയസിൻ്റെ കുറേ പ്രവർത്തനങ്ങളാണ്. ഇതിലൂടെ കിട്ടുന്ന തുക കൊണ്ടാണ് മറ്റ് ക്യാൻസർ പേഷ്യൻസിനെ, മറ്റുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കുക. അഭിയുന്ന പിതാവിൻ്റെ സ്വപ്ന പദ്ധതിയായ ഭവനമില്ലാത്തവർക്ക് ഭവനവും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും കൊടുക്കുന്ന ഒരു സ്നേഹ പദ്ധതി, അത് ശ്രേയസും രൂപതയും ഒരുമിച്ച് ചേർന്നാണ് നടത്തുക. ഇതിലൂടെ 600 അപേക്ഷകൾ കിട്ടി. ഈ വരുന്ന 3 വർഷം കൊണ്ട് ഏകദേശം 200 കുടുംബങ്ങൾക്ക് ഭവനമില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും ഭവനവും സ്ഥലവും കൊടുക്കുന്ന ഒരു ഭവന പദ്ധതി ഇപ്പോൾ രൂപതയിൽ തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ശ്രേയസിൻ്റെ രൂപതയുടെ കരുണയുടെ മുഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, പ്രവർത്തനമാണ്. രൂപത പ്രൊക്യുറേറ്റർ എന്ന് പറയുമ്പോൾ ഭദ്രാസനത്തിൻ്റെ ഭൗതിക വസ്തുക്കളുടെ മേൽനോട്ടം, സഭാവസ്തുക്കളുടെ നടത്തിപ്പിനു വേണ്ട മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. ഈ വസ്തുക്കളുടെ സംരക്ഷണം, ഈ വസ്തുക്കളുടെ പരിപാലനം, ഈ വസ്തുക്കൾ വർദ്ധിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്നത് രൂപത പ്രൊക്യുറേറ്റർ പ്രധാനമായും രൂപത അധിപനോടും രൂപതയുടെ ധനകാര്യ കമ്മിറ്റിയോടും ആലോചിച്ച് അതിനുവേണ്ട ആലോചനകൾക്ക് ശേഷം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബത്തേരി രൂപതയെ സംബന്ധിച്ച് ഇന്ന് 110ഓളം ഇടവകകൾ, 100-ൽ പരം വൈദികർ,
അനേക ഇടങ്ങളിലുള്ള വിദ്യാഭ്യാസ ശുശ്രൂഷകൾ ഈ രൂപതയെ മുന്നോട്ട് നയിക്കുകയാണ്. ഈ രൂപതയുടെ സാമ്പത്തികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രൂപതയ്ക്ക് ഉള്ള എസ്റ്റേറ്റുകളിൽ നിന്നുള്ള വരുമാനങ്ങൾ, ഇടവകളിൽ നിന്നുള്ള ദിനപ്പിരിവുകൾ, രൂപത വിഹിതങ്ങൾ, ഈ രൂപതയിൽ നിന്ന് പുറത്ത് വർക്ക് ചെയ്യുന്ന വൈദികരുടെ സഹായങ്ങൾ, ഈ രൂപതയിൽ ഉള്ളതും പുറത്തുള്ളതുമായ വിശ്വാസികളുടെ നല്ല മനസ്സുകളുടെ കോൺട്രിബ്യൂഷൻസ് തുടങ്ങിയവയാണ്. ഒരു സാമ്പത്തികമായ അടിസ്ഥാനം അല്ലെങ്കിൽ സാമ്പത്തികമായ സുസ്ഥിരത കൈവരിക്കുവാൻ പ്രധാനമായിട്ടും ഈ രൂപതയിലെ പ്രൊക്യുറേറ്റർ എന്ന നിലയിൽ ഈ രൂപത അധിപനോടും അധ്യക്ഷനോടും ധനകാര്യ കമ്മിറ്റിയോടും ഒന്ന് ചേർന്ന് ഫിനാൻസ് ഓഫീസറോടും ചേർന്ന് ഈ രൂപതയിലുള്ള എല്ലാ ഇടവകളിലേക്കും കടന്നു ചെന്നതിനു ശേഷം ഇടവകയുടെ കണക്ക് കാര്യങ്ങൾ നോക്കുക, അതിനുവേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുക, ഇതിലുള്ള കണക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് പരിഹരിക്കുക, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് അവർക്ക് നിർദ്ദേശം നൽകുക തുടങ്ങിയവയാണ്. പ്രത്യേകിച്ച് രൂപതയ്ക്കുള്ള കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയിലെല്ലാം കടന്നു ചെന്നുകൊണ്ട് ഒരു മോണിറ്ററിംഗ് ഈ രൂപതയുടെ പ്രൊക്യുറേറ്റർ എന്ന നിലയിൽ രൂപത അധികാരികളോട് ചേർന്ന് ചെയ്യുമ്പോൾ രൂപതയ്ക്ക് സാമ്പത്തികമായ അടിസ്ഥാനം ഇടുകയാണ് ചെയ്യുക. 40-45 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ രൂപത സാമ്പത്തികമായി നല്ല അടിസ്ഥാനം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് രൂപതയുടെ ഈ ദേവാലയങ്ങൾ, ഈ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികര്, സന്യസ്തര്, ഇവരുടെയുള്ള എണ്ണത്തിലുള്ള വർധനവ്, വിദ്യാഭ്യാസ മേഖലയിലുള്ള വൻ മുന്നേറ്റം, നിരവധി കോളേജുകൾ, ചെറിയ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് ഇൻകം ലഭിക്കുന്ന, റെന്റിന് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയെല്ലാം ഈ രൂപതയെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ വരും തലമുറ ആഴമേറിയ വിശ്വാസത്തിലും മൂല്യബോധത്തിലും വളർന്നു വരണം എന്നുള്ളതായ ബോധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ചിന്തയിൽ നിന്ന് വിശ്വാസം കൈമോശം ചെയ്യപ്പെടാതെ പകർന്നു നൽകപ്പെടണം എന്നുള്ളതായ ആ ഒരു കടമ നമ്മിൽ ആരംഭിക്കുന്നത്. ബത്തേരി രൂപതയുടെ ആരംഭത്തിൽ തന്നെ ഈ ഒരു കടമ ശിരസാ വഹിച്ചുകൊണ്ട് അന്നത്തെ മെത്രാപ്പോലീത്ത തിരുമനസ്സായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെയും അന്നുള്ളതായ വൈദികരുടെയും നേതൃത്വത്തിൽ ഒരു വിശ്വാസ പരിശീലന കാര്യാലയം സ്രോതസ് എന്ന പേരിൽ ആരംഭിക്കുകയും തുടർന്ന് ഈ രൂപതയെ നയിച്ച ഭാഗ്യ സ്മരണാർഹനായ അഭിവന്യ ഗീവർഗീസ് മോർ ദിവന്നാസിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെയും ഇന്ന് ഈ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യനായ ജോസഫ് മോർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെയും നേതൃത്വത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. രൂപതയുടെ മൊത്തം സ്ഥിതിവിവരക്കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 10 മേഖലകളിലായി 110 ദേവാലയങ്ങളിൽ നിന്ന് 3209 കുട്ടികളും 1051 അധ്യാപകരും ഈ ഒരു പരിശീലന പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട്. രൂപതയുടെ പ്രഥമ ഇടയനായ സിറിൽ മാർ ബസേലിയോസ് പിതാവ് അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ടി, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാറ്റക്കിസവും, യുവജനങ്ങൾക്ക് വേണ്ടി യൂത്ത് മൂവ്മെൻറ്റും, മുതിർന്ന അമ്മമാർക്ക് വേണ്ടി മാതൃസംഘവും, പ്രായമായവർക്ക് വേണ്ടി പിതൃസംഘവും രൂപീകരിച്ച് രൂപതയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയുണ്ടായി. ശേഷം യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് വിരമിച്ച് ഇറങ്ങുന്ന അൽമായ സഹോദരങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് MCA എന്ന അൽമായ സംഘടനയും സഭയിൽ രൂപീകരിച്ചു. ഈ സംഘടനകളെല്ലാം ബത്തേരി ഭദ്രാസനത്തിൽ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ
ഇടവകളിലും വീഴ്ച കൂടാതെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും സജീവമായിട്ട് പങ്കെടുക്കണമെന്നുള്ള നിഷ്ഠ ഉണ്ട്. അഭ്യസ്ത വിദ്യരായ സഭാസ്നേഹിതരായ നല്ല ടീച്ചേഴ്സ് ഈ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനും അവർക്ക് നല്ല മാതൃകകൾ നൽകുന്നതിനും താല്പര്യം കാണിക്കുന്നു. മുടക്കം കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ രൂപീകരണവും അവരെ അൾത്താര ശുശ്രൂഷകളിലേക്കും ആരാധനപരമായ കാര്യങ്ങളിലേക്കും പഠിപ്പിക്കുന്നതിനുള്ളതായ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അവരുടെ ഗണം അവരുടെ പ്രായം കഴിയുമ്പോൾ യുവജന സംഘടനയിലേക്ക് സ്വാഭാവികമായും അവർ എത്തും. സൺഡേ സ്കൂളിൽ നിന്ന് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായ ഉൾക്കാഴ്ചകൾ സ്വീകരിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ ശക്തരായ നേതാക്കന്മാരായിട്ട് പ്രവർത്തകരായിട്ട് യുവജന സംഘടനയിലെ അംഗങ്ങൾ ഉൾച്ചേരുകയാണ്. 15 വയസ്സ് പൂർത്തിയായ മലങ്കര കത്തോലിക്ക സഭയിലെ എല്ലാ മക്കളും യുവജന സംഘടനയിലെ ആൾക്കാരാണ്. ഒരു ദേവാലയത്തിൻ്റെ നട്ടെല്ലായി വർത്തിക്കുന്നത് അവരാണ്. ദേവാലയത്തിൻ്റെ ആത്മീകമായ ശുശ്രൂഷകളിൽ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ, ഇടവകയുടെ പൊതുവായിട്ടുള്ള ക്രമീകരണ കാര്യങ്ങളിൽ എല്ലാം യുവജനങ്ങൾ പങ്കാളികളാകുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഓർക്കുന്നു. ബത്തേരി ഭദ്രാസനത്തിലെ യുവജനങ്ങൾ ബത്തേരി ഭദ്രാസനത്തിന് പുറത്തു പോയാലും പഠിക്കുവാൻ പോകുന്ന കോളേജുകളിലും ജോലിക്ക് പോകുന്ന സ്ഥാപനങ്ങളിലും മലങ്കര കത്തോലിക്ക സഭയുടെ ശുശ്രൂഷ ലഭ്യമാകുവാൻ ഇടയാകുന്ന ഇടങ്ങളിലെല്ലാം അവർ ഉൾച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൽ ബത്തേരി ഭദ്രാസനം ഏറ്റവും അധികം സന്തോഷിക്കുന്നു. അവർക്കതിനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നതിന് ഈ രൂപത സദാ സന്നദ്ധമാണ് എന്നുള്ളതിലും ഞങ്ങൾ ഏറ്റവും അധികം അഭിമാനിക്കുകയാണ്. മാതൃവേദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മമാരാണ് നമ്മളുടെ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കാരണക്കാർ. രൂപതയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സഭാപിതാക്കന്മാർക്ക് വേണ്ടിയും നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സഭയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിലാളിക്കുന്നതിനും അമ്മമാരുടെ ഗണം എപ്പോഴുമുണ്ട്. ഏത് സമയത്തും സഭാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയോ ചോദിക്കുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ ചെയ്യേണ്ടതായ ആവശ്യം വരുമ്പോൾ അവരുടെ പരിപൂർണമായ സഹകരണം നാളിതുവരെ ഈ രൂപതയ്ക്ക് മാതൃവേദിയിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ പിതൃസംഘടന, മുതിർന്ന പിതാക്കന്മാർ പള്ളികളിൽ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുകയും ഇടവകയുടെ ആത്മീകമായ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇടവകയ്ക്ക് ആവശ്യമായിട്ടുള്ള സുസ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വികാരിയച്ചന്മാരെ സഹായിക്കുകയും വികാരിയച്ചന്മാരോട് ഒപ്പം നിന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടതായ എല്ലാ കൃപകളും ചെയ്യുന്നതിന് അവർ തയ്യാറാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു അൽമായ പ്രസ്ഥാനമാണ് MCA മലങ്കര കാതലിക് അസോസിയേഷൻ. സഭയുടെ വളർന്നു വരുന്ന തലമുറ സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും സമൂഹത്തിൻ്റെ നല്ല വക്താക്കളായി മാറ്റുവാൻ വേണ്ടി അവരെ ഒരുക്കുന്നു. അവർ തന്നെയാണ് സംഘടനയുടെ നട്ടെല്ലും സംഘടനയുടെ പ്രവർത്തകരും. അവർ തന്നെയാണ് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടതായ ഉചിതമായ തീരുമാനങ്ങൾ സഭാപിതാക്കന്മാരോട് ചേർന്ന് നിന്ന് എടുക്കുകയും സഭയുടെ നല്ല വക്താക്കളായി മാറുകയും ചെയ്യുന്ന രംഗം ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നു. ഇത് ഏറ്റവും അധികം സന്തോഷത്തോടുകൂടെ ബത്തേരിയിൽ പ്രവർത്തിക്കുന്നു. സഭയുടെ എല്ലാ ശ്രേണികളിലേക്കും നല്ല നേതാക്കന്മാരെ നൽകുവാനായിട്ട് നാളിതുവരെ ഈ രൂപതയുടെ വിവിധ സംഘടനകൾക്ക് അൽമായ പ്രേക്ഷിത രംഗങ്ങൾക്ക് സാധ്യമായിട്ടുള്ളതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ സുൽത്താൻ ബത്തേരി രൂപതയുടെ ചരിത്രമാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു രൂപതയുടെ ചരിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.